ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫുആദി ബിഖൈറിൽ മുർസലീന മുവല്ലഉൻ. ഫുആദി ബിഖൈറിൽ മുർസലീന മുവല്ലഉൻ وأشرف ما يحلو لسمعي ثناؤه. رقى في العلا والمجد أشرف رتبة بمبداه حار الخلق كيف انتداؤه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وقال النبي صلى الله عليه وسلم: أنا سيد ولد آدم يا ربي بالمصطفى. സത്യാന്വേഷികളായ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് നിങ്ങളുമായി ചില കാര്യങ്ങൾ സംവദിക്കുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, എന്തുകൊണ്ടാണ് അതാണ് യഥാർത്ഥ ഇസ്ലാം, മതത്തിന്റെ ഋജുവായ വഴി, നേർവഴി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം ഹ്രസ്വമായ വാക്കുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് എന്റെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. وتختلف هذه الأمة. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല, അവിടുന്ന് കളവ് പറയുന്നവരായിരുന്നില്ല. അത് മുശ്രിക്കുകൾ പോലും അംഗീകരിച്ച സത്യമായിരുന്നു. കളവ് പറയുവാൻ അവിടുന്ന് ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ പ്രവചനങ്ങൾ ലോകത്ത് നടത്തിയിട്ടുണ്ടോ അതൊക്കെ ഒന്നുകിൽ സത്യമായി പുലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി പുലരാനിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമായി പുലർന്നതായ ഒരു പ്രവചനമാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, എന്റെ ഈ സമുദായം അത് ഭിന്നിച്ചു പോകുന്നതാണ്. എന്റെ ഈ സമുദായം യഖ്തലിഫു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. 73 വിഭാഗമായി എന്റെ ഈ സമുദായം പിളരുന്നതാണ്, വിഭജിക്കപ്പെടുന്നതാണ്. ഈ വിഭാഗത്തിൽ 72 ഫിർഖ ഫിന്നാർ, 72 വിഭാഗവും നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന, എന്നാൽ ഒരു വിഭാഗം സ്വർഗ്ഗത്തിലാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഖുൽനാ, സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു, ഉൻഉതുഹും ലനാ, ആ ഒരു വിഭാഗം ആരാണ്, ആ ഒരു വിഭാഗം ഏതാണ്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം, എന്റെ ഈമാനുള്ള, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, നാളെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കലഹങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വിമോചിതരായി അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക്, അവരുടെ നെഞ്ചിലേക്ക്, അവരുടെ ഉൾത്തടത്തിലേക്കായി ഞാനിതാ ഈ ഹദീസ് സമർപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത് ഈ വിഭാഗം ആരാണെന്നറിയുമോ? സഹാബത്ത് ചോദിച്ചു, ആ ആളുകളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ റസൂലേ എന്ന് പറയുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സവാദുൽ അഅ്ളം. ആരാണ് ആ ഒരു വിഭാഗം? അസ്സവാദുൽ അഅ്ളം, അത് മുഖ്യധാരയാകുന്നു. ഏത് വിഭാഗമാണോ മുസ്ലിമീങ്ങളുടെ പേരിൽ ജീവിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന പാർട്ടികളെ നിങ്ങൾ കണക്കിലെടുക്കുക, അവരെ നിങ്ങൾ പഠനത്തിലും വിശകലനത്തിലും വിധേയമാക്കുക. എന്നിട്ട് ഏത് വിഭാഗമാണ് ഏറ്റവും വലിയ സംഘമെന്ന് നിങ്ങൾ നോക്കുക. ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ സംഘമേതോ അതാണ് അസ്സവാദുൽ അഅ്ളം, ഇസ്ലാമിന്റെ മുഖ്യധാര. ആ മുഖ്യധാരയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. എന്റെ സമൂഹമേ, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത, എന്നാൽ ഹദീസുകളെ കുറിച്ചോ അറബി ഭാഷയെക്കുറിച്ചോ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അവസരം സിദ്ധിച്ചിട്ടില്ലാത്ത എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഏതാണ് സത്യമായ ദീനെന്ന്, ഏതാണ് യഥാർത്ഥമായ വിശ്വാസമെന്ന്, ഏതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പാർട്ടിയെന്ന് മനസ്സിലാക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ മാനദണ്ഡം നമുക്കൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൂടെ? ഇന്ന് ലോകത്ത് സുന്നികൾ, അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന ആളുകൾ നാലാലൊരു മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. നാലാലൊരു മദ്ഹബ് അംഗീകരിക്കാത്തവരാണ് അഹ്ലുൽ ബിദ്അത്ത് എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്. ഇന്ന് ലോക മുസ്ലിമീങ്ങളുടെ കണക്കെടുത്ത് ഏറ്റവും ലേറ്റസ്റ്റായ കണക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം, ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ ലോകത്ത് 45.5%. എന്നാൽ ശാഫിഈ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ 28%. മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ 15%. ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ 2%. മുഴുവൻ നമ്മൾ കൂട്ടി നോക്കിയാൽ 90.5% മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണ് ലോകത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അസ്സവാദുൽ അഅ്ളം എന്ന് എന്തുകൊണ്ടും വിശേഷിപ്പിക്കപ്പെടാവുന്ന വിഭാഗമാണിത്. സുന്നത്ത് ജമാഅത്തിന്റെ നേർ വിപരീതത്തിൽ, ഓപ്പോസിറ്റിൽ നമ്മൾ പറയുന്നത് ഷിയാക്കളെയാണ് സാധാരണഗതിയിൽ. ഈ 90% കഴിഞ്ഞ്, അല്ലെങ്കിൽ 9.5%-ൽ ഷിയാക്കൾ 6% ഷിയാക്കളെ നമുക്ക് മാറ്റിവെക്കാം. പിന്നീട് വരുന്ന 3.5%-ൽ 2% അല്ലെങ്കിൽ 1% മോഡേണിസ്റ്റുകളാണ്. ചേകനൂരിസ്റ്റുകളെ പോലെയല്ല, യുക്തിവാദികളായ ആളുകളാണ്. അവരെയും മാറ്റിവെച്ചാൽ മദ്ഹബ് സ്വീകരിക്കുന്നെന്ന് പറയുന്ന 2-3% മാത്രം ആളുകളെയാണ് നമ്മുടെ എതിർപക്ഷത്ത് ആന്റി ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിയാ, 73 വിഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ശരിയാ. പലരും ലോകത്ത് പല ഭാഗങ്ങളും പല പേരുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതാണ് ശരിയായ റൂട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സവാദുൽ അഅ്ളം, മുഖ്യധാരയാണ്, ഇസ്ലാമിന്റെ മുഖ്യധാരയാണ് ഏറ്റവും ശരിയായ റൂട്ടിലുള്ളത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഹൈസമി പറഞ്ഞു, റിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ പരമ്പരയിലെ ഓരോ ആളുകളും സിഖാത്തുൻ, അവർ സത്യസന്ധരാകുന്നു. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കണ്ടാൽ, ഒരു വിഭാഗം ആളുകൾ ഖുതുബ പരിഭാഷപ്പെടുത്തണമെന്നും മറ്റൊരു വിഭാഗം ഖുതുബ പരിഭാഷപ്പെടുത്തരുത് എന്നും പറയുന്നതായി നിങ്ങൾ കണ്ടാൽ, ഒരു വിഭാഗം